പപ്പായ ഇലയാകട്ടെ, പപ്പായ പച്ച പപ്പായ ആകട്ടെ, പഴുത്ത പപ്പായ ആകട്ടെ, എത്രത്തോളം നമ്മളുടെ ഹെൽത്തിനും നമ്മളുടെ ജീവിതത്തിലെ ഓരോ കാര്യത്തിനും ഹെൽപ്ഫുൾ ആണെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഡെങ്കു വന്നാൽ പോലും നമ്മുടെ ഈ ഒരു പപ്പായ ഇല ജ്യൂസ് വളരെ എഫക്റ്റീവ് ആണെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതുപോലെ തന്നെ പപ്പായയുടെ ഒരു കറയും വളരെ എഫക്റ്റീവാണ് കേട്ടോ. ആരും സ്കിപ്പ് ചെയ്യരുത്, പൂർണ്ണമായിട്ട് കാണുക. സിമ്പിൾ ടിപ്സ് ഈസി ലൈഫിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ആദ്യമായിട്ട് നമുക്ക് നമ്മളുടെ പപ്പായ ഇല കൊണ്ട് കിടിലനൊരു സൂത്രമാണ് കേട്ടോ. ഈ മഴക്കാലത്ത് ഉണ്ടാവുന്ന ചെറു പ്രാണികളുടെ ശല്യം, കണ്ണീച്ചയാകട്ടെ, ഈച്ചയാകട്ടെ, അതുപോലെ കൊതുക് വൈകുന്നേരങ്ങളായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വീട്ടിൽ ഇരിക്കാനേ സാധിക്കില്ലല്ലോ, അത്രത്തോളം കൊതുകാണ്. അതിന് നമുക്ക് പപ്പായ ഇല എടുക്കുക, 2-3 വെളുത്തുള്ളി എടുക്കുക, കടുക് എടുക്കുക. എന്നിട്ട് ഇത് നല്ലതുപോലെ അരച്ചതിന് ശേഷം ഈ ഇങ്ങനെ ഒരു പേപ്പറിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. നമുക്ക് എണ്ണയിലിട്ടിട്ട് വേണമെങ്കിൽ ആ തിരി ഇട്ട് കത്തിക്കാം. പക്ഷെ ആ ഒരു പുക കൊണ്ട് ചിലവർക്ക് ശ്വാസമുട്ട്, ജലദോഷമൊക്കെ വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ ചെയ്തതിനാൽ ആ ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഇത് നമ്മൾ വെയിലില്ലാത്തത് കൊണ്ട് തന്നെ പാനിൽ വെച്ചിട്ട് ഒന്ന് നല്ലതുപോലെ ചൂടാക്കി എടുക്കുന്നുണ്ട്. ചൂടാക്കി എടുത്ത് നമുക്ക് ഇതുപോലെ കഷ്ണിച്ച് നമുക്ക് എയർ ടൈറ്റ് കണ്ടെയ്നറിൽ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ എത്ര കാലം വേണമെങ്കിലും ഇരുന്നോളും കേട്ടോ. വൈകുന്നേരങ്ങളിൽ ഇതുപോലെ ഒന്ന് ആ ഒരു ഷീറ്റ് എടുക്കുക, എന്നിട്ട് ചുരുട്ടി ഏതെങ്കിലും ഒരു ചിരട്ടയിലോ അല്ലെങ്കിൽ ഒരു ഗ്ലാസ്സിൽ എന്തെങ്കിലും ആണെങ്കിലും ഇതുപോലെ ഒന്ന് ചുരുട്ടിയിട്ട് കത്തിച്ചാൽ മാത്രം മതി കേട്ടോ. യാതൊരു സൈഡ് എഫക്റ്റും ഇല്ലാതെ തന്നെ നമുക്ക് നമ്മളുടെ വീട്ടിൽ നിന്ന് ഇതുപോലുള്ള ചെറു പ്രാണികളും അതുപോലെ തന്നെ കണ്ണീച്ച, കൊതുക് എന്നിവയിൽ നിന്നൊക്കെ ഒരു മോചനം തന്നെയാണ് ഈ ഒരു ടിപ്പ് കേട്ടോ. തീർച്ചയായിട്ടും ചെയ്തു നോക്കാം. അടുത്തതായിട്ട് പച്ച പപ്പായയുടെ കറ ഇനി നിങ്ങൾ കളയില്ല കേട്ടോ. അത്രത്തോളം ഉപയോഗപ്രദമാണ്. ചിലയിടത്ത് ഇത് കറ എന്ന് പറയും, ചോന എന്ന് പറയും. പല സ്ഥലങ്ങളിൽ പല രീതിയിലാണ് പറയുന്നത് കേട്ടോ. നമ്മളിപ്പോൾ ഇവിടെ പറയുന്നത് കറ എന്നാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വെള്ളക്കറ അടിപൊളിയാണ് കേട്ടോ നമ്മളുടെ ഹെൽത്തിന്. ഇത് മെഡിസിൻ വാല്യൂ ഉള്ള ഒരു സാധനമാണ്. നമുക്ക് പല മരുന്നുകളിലും, ഇത് ക്രീമുകളിൽ, നമ്മളുടെ ഫേസ് ക്രീമുകളിലും വരെ ഈ ഒരു സാധനം ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. അത്രത്തോളം വാല്യൂ ആയിട്ടുള്ള ഒരു സാധനമാണ് ഈ ഒരു പപ്പായയുടെ കറ കേട്ടോ. ഈ ഒരു പപ്പടത്തിൽ ഇതുപോലെ തേച്ചിട്ട് നമ്മൾ പണ്ട് കാലങ്ങളിൽ എൻ്റെ മുത്തശ്ശിയൊക്കെ ചെയ്ത് തന്നിട്ടുണ്ട്, ചുട്ട് കഴിപ്പിക്കുമായിരുന്നു. ചെറുപ്രായമുള്ള കുട്ടികൾക്ക് എപ്പോഴും, മുതിർന്നവർക്ക് ഉണ്ടാവും പക്ഷെ എപ്പോഴും ഉണ്ടാവില്ല, ചെറിയ കുട്ടികൾക്ക് എപ്പോഴും കൃമിശല്യം, വിരശല്യമൊക്കെ ഉണ്ടാകാറുണ്ടല്ലേ. ചെറിയ കുട്ടികൾക്കാണ് കൂടുതലായിട്ട് കാണുന്നത്. ചോക്ലേറ്റും അങ്ങനെയുള്ള ഭക്ഷണങ്ങളൊക്കെ കൂടുതൽ കഴിക്കുന്നതുകൊണ്ടാവാം അവർക്ക് അങ്ങനെ വരുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുപോലെ ഒരു പപ്പടം ചുട്ട് ഒരാഴ്ചയിൽ ഒരു ദിവസമോ അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോൾ ഒരു ദിവസമോ അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇതിന് വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. കടിച്ച് വെറുതെ കഴിച്ചാൽ മാത്രം മതി. പിന്നെ എല്ലാവർക്കും എല്ലാം പിടിക്കണമെന്നില്ല. അലർജി ഉള്ളവർക്കാണെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഇത് ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ ഓരോരുത്തരുടെ ശരീരത്തിനനുസരിച്ചാണ്. ഇപ്പം ഡോക്ടർമാരാണെങ്കിലും ഒരാൾക്ക് നൽകുന്ന മരുന്ന് തന്നെയല്ല എല്ലാവർക്കും നൽകുന്നത്. അപ്പം ഓരോരുത്തരുടെ ശരീരത്തിനനുസരിച്ച് വേണം നിങ്ങൾ ഇതൊക്കെ ചെയ്തു നോക്കാനായിട്ട്. ഏതൊരു കാര്യം ഞാൻ പറഞ്ഞാലും അത് ഓരോരുത്തരുടെ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് വേണം നിങ്ങൾ ചെയ്യാനായിട്ട് കേട്ടോ. മുതിർന്നവരാണെങ്കിൽ ഒരു പപ്പടം വരെയും ഫുള്ള് കഴിക്കാം. കുട്ടികളാണെങ്കിൽ അതിൻ്റെ പകുതിയൊക്കെ കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ മരുന്നുകൾ കഴിക്കുന്നതിനേക്കാളും ഇതുപോലുള്ള ഹോം റെമഡീസ് ചെയ്ത് നമ്മൾ മാറ്റുന്നതാണ് നല്ലത് കേട്ടോ. കൃമിശല്യം, വിരശല്യം ഒക്കെ പെട്ടെന്ന് തന്നെ മാറിക്കിട്ടുന്നതാണ്. പിന്നെ നമുക്ക് ഈ ഒരു കറ കൊണ്ടുള്ള ഉപയോഗം എന്ന് പറഞ്ഞാൽ അലർജി പ്രോബ്ലം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രാണികളൊക്കെ കടിച്ചാലൊക്കെ, അതുപോലെ തന്നെ നമ്മളുടെ കൈ മുറിഞ്ഞിട്ടുണ്ടെങ്കിലൊക്കെ ഈ ഒരു കറ പെട്ടെന്ന് തേച്ച് കൊടുത്താൽ മാറുന്നതാണ്. പക്ഷേ സ്കിൻ അലർജി ഉള്ളവരാണെങ്കിൽ ഇത് ടെസ്റ്റ് ചെയ്ത് നോക്കിയതിന് ശേഷം മാത്രമേ ഇടാവുള്ളൂ. ചിലവർക്ക് ചില കറകളൊക്കെ അലർജി ഉണ്ടാവും. അത് നോക്കിയിട്ട് മാത്രം നിങ്ങൾ യൂസ് ചെയ്യാവുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ അത് അലർജിയൊന്നും ഇല്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ ചൊറിച്ചിൽ പോലുള്ള അസ്വസ്ഥതകളൊക്കെ വന്നാൽ ഈ ഒരു കറ കുറച്ച് തേച്ച്, കുറേ ഒന്നും തേക്കരുത് കേട്ടോ, ഒരു നുള്ള് മാത്രം എടുത്തൊന്ന് തേച്ച് കൊടുത്താൽ വളരെ നല്ലതാണ് കേട്ടോ. അടുത്തതായിട്ട് ഇതിൻ്റെ തൊലി കൊണ്ട് കിടിലനൊരു ടിപ്പാണ് ഞാൻ കാണിച്ചു തരുന്നത്. ഇതും ഞാൻ പറയുന്നു എല്ലാവർക്കും എല്ലാം സ്യൂട്ടല്ല. ചിലവർക്ക് ചില അലർജികളുണ്ട്. ഇപ്പോൾ മഞ്ഞൾ, തൈര്, കടലമാവ് ഇതെല്ലാവർക്കും എല്ലാം പിടിക്കുന്നതല്ലല്ലോ. ചിലവർക്ക് കടലമാവ് കുഴപ്പമുണ്ടാവില്ല, ചിലവർക്ക് തൈര് പ്രശ്നമായിരിക്കും. അങ്ങനെ ഓരോരുത്തരുടെ സ്കിന്നിനനുസരിച്ച് വേണം നിങ്ങൾ ചെയ്തു നോക്കാൻ. ഇത് ആദ്യം ഒന്ന് കുറച്ച് എവിടെയെങ്കിലും ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയതിന് ശേഷം മാത്രമേ മുഖത്തോ വേറെ എവിടെയെങ്കിലും ഇടാവുള്ളൂ കേട്ടോ. കൈയുടെ ഏതെങ്കിലും ഒരു ചെറിയ ഭാഗത്ത് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട്. ഇപ്പോൾ PCOD അതുപോലെ തന്നെ തൈറോയ്ഡ് ഉള്ളവർക്കൊക്കെ, ഹോർമോൺ ഇൻബാലൻസ് ഉള്ളവർക്കൊക്കെ രോമ വളർച്ച അധികമായിരിക്കും. ഇപ്പോൾ സ്ത്രീകളാണെങ്കിൽ കൂടി രോമം മുഖത്ത് വളരെയധികം വളർച്ചയുള്ളവർ വളരെയധികം വിഷമിക്കുന്നുണ്ടാവും അല്ലേ, അത് ഓർത്തിട്ട്. അപ്പോൾ നമുക്ക് എപ്പോഴും
ഓരോപ്പം വാക്സ് ചെയ്യാനും ത്രെഡ് ചെയ്യാനൊക്കെ വളരെ ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. ഈ ഒരു തൊലിയിലേക്ക് നമ്മൾ വീട്ടിൽ പൊടിച്ച മഞ്ഞളിട്ട് അരച്ചിട്ട് ഒരു അരമണിക്കൂർ വെച്ച് കഴുകിക്കളഞ്ഞാൽ മതി. അപ്പോൾ ആ ഒരു 2-3 പ്രാവശ്യം ചെയ്യുമ്പോഴത്തേക്കും നമ്മളുടെ ആ ഒരു രോമം കൊഴിഞ്ഞു പോകുന്നതാണ്. പിന്നെ നിങ്ങൾ ആഴ്ചയിൽ ഒരു ദിവസം മാത്രം ഇത് ഇട്ടാൽ മതി. അപ്പോൾ ആ രോമ വളർച്ച ഇല്ലാണ്ടിരിക്കാനായിട്ട് സഹായിക്കും. സ്കിന്ന് നല്ല ഗ്ലോയിങ്ങും ആകും, നല്ല ഫ്രഷും ആകും, രോമവും പോകുന്നതാണ് കേട്ടോ. പക്ഷേ ഇത് ടെസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് യാതൊരു അലർജി ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ ചെയ്യാവുള്ളൂ. അത് പിന്നെയും എടുത്തു പറയുന്നു, എല്ലാവർക്കും എല്ലാം പിടിക്കുന്നതല്ല. വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ട് വേണം ഏതൊരു കാര്യവും ചെയ്യാൻ കേട്ടോ. പക്ഷേ ഈ ഒരു ഇത് നിങ്ങൾക്ക് പറ്റിയാൽ നിങ്ങളുടെ ആ ഒരു രോമ വളർച്ചയും അതുപോലെ തന്നെ സ്കിന്ന് നല്ല ഗ്ലോയിങ് ആക്കാനൊക്കെ സൂപ്പർ ഒരു ഫേസ് പാക്ക് തന്നെയാണ്. ഫേസിൽ മാത്രമല്ല കയ്യിലും കാലിലും ഒക്കെ നമുക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ്. അടുത്തതായിട്ട് നമ്മളുടെ ഹെയർ ഓയിലിനെ കുറിച്ചിട്ട് വാങ്ങിയാർ പിന്നെയും വാങ്ങുമ്പോൾ അധികം സന്തോഷമുണ്ട് കേട്ടോ. നല്ല ഉറക്കം കിട്ടുന്നു, മുടി കൊഴിച്ചിൽ മാറി, അതുപോലെ തന്നെ താരൻ മാറി, നല്ല രീതിയിൽ മുടി വളരുന്നുണ്ട് എന്ന് പറയുമ്പോൾ നമുക്കുണ്ടാവുന്ന സന്തോഷം അത് വേറെ തന്നെയാണ് കേട്ടോ. നല്ല പച്ചമരുന്നുകൾ, നല്ല നാടൻ പച്ചമരുന്നുകൾ, മരുന്നിട്ട് വളർത്തുന്ന ചെടികളൊന്നും ഞങ്ങൾ വാങ്ങാറില്ല. കാട്ടുനെല്ലിക്കൻ എടുക്കുന്നത്, വെള്ളച്ചന്ദനം എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 10-21 പച്ചമരുന്നുകൾ, നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ, അതുപോലെ തന്നെ തേങ്ങാപ്പാൽ ഉപയോഗിച്ചാണ് നമ്മൾ ഈക്വലായിട്ട് തേങ്ങാപ്പാലും കൂടെ, വെളിച്ചെണ്ണ എത്രയാണ് എടുക്കുന്നത് അത്രയും തന്നെ തേങ്ങാപ്പാൽ ഉപയോഗിച്ചാണ് നമ്മൾ ഈ ഒരു എണ്ണ കാച്ചിയെടുക്കുന്നത്. 2 ദിവസം കണ്ടിന്യൂസ്ലി നമ്മൾ തീ കത്തിച്ചാണ് ഈ ഒരു എണ്ണ കാച്ചുന്നത്, 2 ദിവസം. അപ്പോൾ എത്രത്തോളം എഫേർട്ട് ഇട്ടിട്ടാണ് നമ്മൾ ഈ ഒരു എണ്ണ കാച്ചുന്നത്. അതുപോലെ തന്നെ അകാരം നര വരാതിരിക്കുവാൻ വളരെ നല്ലതാണ്. പക്ഷേ 60-75 വയസ്സുള്ളവരോ മുടി കറുപ്പിക്കാൻ യാതൊരു കാരണവശാലും പറ്റില്ല കേട്ടോ. അത് നമ്മൾ കെമിക്കൽ ഹെയർ ഡൈ തന്നെ ഉപയോഗിക്കണം. ഇനി കെമിക്കൽ ഹെയർ ഡൈ ഉപയോഗിക്കാതെ തന്നെ ഞാനൊരു പ്രൊഡക്റ്റ് കൊണ്ടുവരുന്നുണ്ട്. നമ്മളുടെ നീലാംബരി, മൈലാഞ്ചി, പനിക്കൂർക്കയൊക്കെ ഇട്ടിട്ട് കിഡിലൻ ഒരു ഐറ്റം, ഒറ്റ യൂസിൽ തന്നെ പെട്ടെന്ന് തന്നെ മുടി കറുപ്പിക്കാൻ പറ്റിയ ഐറ്റം കേട്ടോ. അത് കൊണ്ടുവരുമ്പോൾ ഞാൻ അറിയിക്കുന്നതാണ്. ഈ എണ്ണ മേടിച്ച എല്ലാവർക്കും 1000 നന്ദിയുണ്ട്. അതുപോലെ തന്നെ നമ്മളോട് നല്ല അഭിപ്രായങ്ങൾ പറയുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട് കേട്ടോ. വേണ്ടവർ ഈ ഒരു വാട്സപ്പ് നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. നമ്മൾ യാതൊരു കെമിക്കലും ഒന്നും ചേർക്കാതെ 100% ശുദ്ധമായിട്ടുള്ള കാച്ചിയ എണ്ണ കിട്ടണമെങ്കിൽ ഈ വാട്സപ്പ് നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ. ഇനി ആരും പപ്പായയുടെ ഈ ഒരു പൂവ് കളയരുത് കേട്ടോ. അത്ര ഔഷധ ഗുണമുണ്ട്. അതുപോലെ തന്നെ നമുക്ക് വളരെ എളുപ്പത്തിൽ കിട്ടുന്ന ഒരു സാധനം തന്നെയാണ്. നമ്മളുടെ മുരിങ്ങയില പൂ നമ്മൾ കഴിക്കാറുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു പപ്പായ പൂവും വളരെ ഔഷധ ഗുണമുള്ള ഒരു സാധനം തന്നെ കേട്ടോ. വിയറ്റ്നാമിലൊക്കെ ഇത് മാർക്കറ്റിൽ ഉണക്കി വിൽക്കുന്നത് കണ്ടിട്ടുണ്ട്. അത്രത്തോളം വാല്യൂ ഉള്ള ഒരു സാധനമാണ്. നമ്മളുടെ ഷുഗറൊക്കെ കൺട്രോൾ ആക്കാനൊക്കെ വളരെ നല്ലതാണ് ഈ ഒരു പപ്പായയുടെ പൂ. പക്ഷേ ഈ ഒരു പൂവിന് ഒരു കട്ടിപ്പ് ചൊവ്വയുണ്ട് കേട്ടോ. അതാണ് നമുക്കിത് കഴിക്കാൻ ഒരു കുറച്ച് ബുദ്ധിമുട്ട്. പക്ഷെ അതിൻ്റെ ഗുണം വളരെ അധികമാണ്. ഇതെടുക്കുമ്പോൾ ചെറു പ്രാണികളോ എട്ടുകാലി കൂടുതലായിട്ട് ഇതിൻ്റെ പൂവിൻ്റെ ഉള്ളിലുണ്ടാകും. അത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. എട്ടുകാലിയോ ചെറു പ്രാണികളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാറ്റിയതിന് ശേഷം മാത്രമേ നിങ്ങൾ ഇതെടുക്കാവുള്ളൂ. എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മൾ അല്ലാണ്ട് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ എട്ടുകാലിയുടെ വിഷമൊക്കെ നമ്മളെ വയറ്റിൽ വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ. കൂടുതലായിട്ട് ഇതിൻ്റെ ഉള്ളിൽ എട്ടുകാലി കയറി കൂടുകൂട്ടിയൊക്കെ ഇരിക്കുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സാധനം തന്നെയാണ് ഈ ഒരു പപ്പായ പൂ. നമ്മൾ മുരിങ്ങപ്പൂ കഴിക്കുന്ന പോലെ തന്നെ നമുക്ക് നമ്മുടെ നിത്യജീവിതത്തിൽ ഉൾപ്പെടുത്താൻ പറ്റിയ കിടിലൻ ഒരു സാധനമാണ്. ഇത് കുറച്ച് മഞ്ഞളിട്ട് നേരിയ ചൂടുവെള്ളം ഒഴിച്ച് ഒരു 5 മിനിറ്റ് കൂടുതൽ വെക്കരുത്. അത് വെള്ളം കൂടുതൽ ഒബ്സർവ് ചെയ്യും. അതുകൊണ്ട് തന്നെ അത് അത്രയും നേരം വെച്ച് നല്ലതുപോലെ കഴുകിയെടുത്തിട്ട് നല്ലൊരു ടർക്കിയിൽ വെള്ളം ശരിക്കും ഒപ്പിക്കളയണം കേട്ടോ. ഇല്ലെങ്കിൽ അത് പെട്ടെന്ന് തന്നെ വാടിയ പോലെ ആയിപ്പോവും. പിന്നെ കയ്പ്പ് രസം കൂടുതലായിട്ട് വരും കേട്ടോ. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഈ പറഞ്ഞു തന്നത്. ഇത് നല്ല വെയിലുണ്ടെങ്കിൽ വെയിലത്ത് വെച്ച് ഉണക്കാം, ഇല്ലെങ്കിൽ എയർ ഫ്രയറിൽ വെച്ചിട്ട് ഉണക്കാം, അല്ലെങ്കിൽ ഓവനിൽ വെച്ചിട്ട് ഉണക്കാം. ഏതൊരു രീതിയിൽ വേണമെങ്കിലും വെയിലത്ത് വെച്ച് ഉണക്കണമെങ്കിൽ ഒരു 3 വെയിലെങ്കിലും കൊള്ളിക്കണം കേട്ടോ. എന്നിട്ട് നമ്മൾ ഇത് നല്ല ഫൈൻ പൗഡറായിട്ട് പൊടിച്ച് നമുക്ക് എയർ ടൈറ്റ് കണ്ടെയ്നറിൽ സൂക്ഷിക്കാവുന്നതാണ് കേട്ടോ. നമുക്ക് ഇപ്പോൾ ഉണ്ടാകുന്ന പല അസുഖങ്ങൾക്കും വളരെ പ്രയോജനകരമാണ് ഈ ഒരു പൂവ് കേട്ടോ. നമുക്കുണ്ടാകുന്ന ഇമ്മ്യൂണിറ്റി പവർ കുറഞ്ഞിട്ടുണ്ടാകുന്ന പല പ്രശ്നങ്ങളും, ഇപ്പം അടിക്കടി പനി വരിക, ജലദോഷം വരിക, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നമ്മൾ ഇമ്മ്യൂണിറ്റി പവർ കുറവാകുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് ഇതിലേക്ക് കുറച്ച് ഇഞ്ചി നീരും കൂടെ ചേർത്തിട്ട്
ഒരു 1/4 ടീസ്പൂണൊക്കെ, കുറേ ഒന്നും കഴിക്കേണ്ട കാര്യമൊന്നുമില്ല. ഒരു 1/4 ടീസ്പൂൺ എല്ലാ ദിവസവും ഇത് പൊടിച്ച് വെച്ചിട്ട് അത് മിക്സ് ചെയ്ത് കഴിച്ചാൽ മാത്രം മതി. വളരെ എഫക്റ്റീവായിട്ടുള്ളതാണ്. കുട്ടികൾക്കാണെങ്കിൽ ഒരു നുള്ളൊക്കെ കൊടുക്കാവുള്ളൂ, കുറേയൊന്നും കൊടുക്കരുത്. ടേസ്റ്റിന് വേണമെങ്കിൽ കുറച്ച് തേനും കൂടെ മിക്സ് ചെയ്തിട്ട് കഴിക്കാവുന്നതാണ് കേട്ടോ. മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. വളരെ എഫക്റ്റീവായിട്ടുള്ള നല്ല കിഡിലൻ ഹോം റെമഡീസ് ആണ് കേട്ടോ ഞാൻ ഈ പറഞ്ഞു തരുന്നത്. അടുത്തതായിട്ട് കുറച്ച് നമ്മളുടെ പപ്പായ പൂവിൻ്റെ പൂ എടുക്കുന്നുണ്ട്. എന്നിട്ട് അത് നല്ലതുപോലെ ചതച്ച് അതിൻ്റെ നീരെടുക്കുക. നീരിൽ വളരെ ഒരു കട്ടിപ്പ് ചുവ, നമ്മളിപ്പോൾ പച്ചപ്പപ്പായൊക്കെ കഴിക്കുമ്പം ഒരു കട്ടിപ്പ് ചുവയുണ്ടാവില്ല. ആ ഒരു ചുവ ഇതിനെന്തായാലും ഉണ്ടാവും കേട്ടോ. അതില്ലാണ്ട് ഇരിക്കില്ല. അതിലേക്ക് കുറച്ച് തേൻ ചേർത്ത് നമ്മൾ കുട്ടികൾക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ അവർ സ്കൂളിലൊക്കെ പോയി കഴിയുമ്പോൾ എപ്പോഴും മൂക്കൊലിപ്പ് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവില്ലേ. ചിലവർക്ക് അടിക്കടി ജലദോഷം വരിക, ചുമ വരിക, അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഒരു 1/4 ടീസ്പൂൺ വെച്ച് കൊടുത്താൽ മതിയിട്ട് തേനും കൂടെ മിക്സ് ചെയ്തിട്ട്. വളരെ എഫക്റ്റീവാണ്, വളരെ നല്ല റിസൾട്ട് കിട്ടുന്ന കിഡിലൻ ഒരു ഹോം റെമഡിയാണ് കേട്ടോ. നമുക്ക് നമ്മളുടെ കുട്ടികൾക്ക് ഈ ആൻറ്റിബയോട്ടിക്കും മരുന്നുകളൊക്കെ കൊടുക്കുന്നതിനേക്കാളും വളരെ നല്ലതാണ്. പിന്നെ ഒരു 5-6 പൂ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നമ്മൾ വെള്ളമൊഴിച്ച്, നേരിയ ചൂടുവെള്ളം ഒഴിച്ച് ഒരു അരമണിക്കൂർ വെച്ച് കുടിക്കുകയാണെങ്കിൽ നമ്മളുടെ പ്രഷറും ഷുഗറൊക്കെ കൺട്രോൾ ആകാൻ സൂപ്പറാണ് കേട്ടോ. നമുക്ക് ഭയങ്കര ഹൈ BP ഒക്കെ ഉള്ളവരാണെങ്കിൽ ഇതൊന്ന് ചെയ്ത് നോക്കാം കേട്ടോ. എല്ലാവർക്കും എല്ലാം പിടിക്കണമെന്നില്ല, എല്ലാവർക്കും എല്ലാം എഫക്റ്റ് ആകണമെന്നില്ല. ഇത് ഞാൻ പറയുന്നത് ചിലവർക്ക് ചില മരുന്ന് പിടിക്കും, ചിലവർക്ക് ചില മരുന്ന് പിടിക്കില്ല. അപ്പോൾ എല്ലാവർക്കും 100% റിസൾട്ട് കിട്ടുമെന്ന് എനിക്ക് പറയാനായിട്ട് സാധിക്കില്ല. പക്ഷേ ചിലവർക്ക് അത് നല്ല പോലെ തന്നെ ഷുഗറൊക്കെ ഡൗൺ ആയി, അതുപോലെ പ്രഷർ കുറയുവാനൊക്കെ വളരെ നല്ലതാണ്. എന്തായാലും സൈഡ് എഫക്റ്റ് ഒന്നും ഉണ്ടാകാൻ ചാൻസ് ഇല്ല. എന്താണെന്ന് വെച്ചാൽ ഇത് നാച്ചുറലി ഉള്ള ഒരു പൂവാണ്, നല്ല ഗുണമുള്ള ഒരു മരമാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. പപ്പായ മരം തന്നെ ഒരു ഔഷധത്തിൻ്റെ നിറഗുണമാണെന്ന് പറയാം. അപ്പോൾ ഇത് നിങ്ങൾ ആഴ്ചയിൽ ഒരു 3 ദിവസമൊക്കെ കുടിച്ചിട്ട് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കട്ടോ ഷുഗറൊക്കെ. ഈ വെള്ളത്തിനും ഒരു കട്ടിപ്പ് ചൊവ്വയുണ്ടാവും കേട്ടോ. ആ ഒരു റോ ടേസ്റ്റ് എന്ന് പറയില്ലേ, ആ ഒരു ടേസ്റ്റ് ഉണ്ടാവും. അടുത്തതായിട്ട് കുട്ടികൾക്ക് ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കട്ടോ. നല്ല പച്ചക്കറി കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്കും അതുപോലെ തന്നെ വിറ്റാമിൻസിന് കുറവുള്ള കുട്ടികൾക്കും ഒക്കെ ഈ ഒരു പൂ ഇതുപോലെ കുറച്ച് ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ഇട്ടിട്ടുണ്ട്. വെളുത്തുള്ളി ഇടുന്നത് ഗ്യാസിൻ്റെ ബുദ്ധിമുട്ട്, വയറിന് ബുദ്ധിമുട്ടൊന്നും ഇല്ലാണ്ടിരിക്കാനാണ്. അപ്പോൾ കുടലൊക്കെ നല്ല ക്ലീൻ ആകുവാനും വയറൊക്കെ നല്ല ക്ലീൻ ആകാനൊക്കെ നല്ലതാണ്. വയറ്റിൽ നിന്ന് പോകാതെ ബുദ്ധിമുട്ടുന്നവർ, വയറ് നല്ല മുറുക്കമുള്ളവരൊക്കെ ഈ ഒരു പൂ വെള്ളത്തിലിട്ട് കുടിച്ചാലും, അതില്ലെങ്കിൽ താറാമുട്ടയിൽ ഇതുപോലെ പൊരിച്ച് കഴിച്ച പോലെയൊക്കെ വളരെ നല്ലതാണ്. നമ്മളുടെ വയറിലുള്ള അഴുക്കുകളൊക്കെ ക്ലീൻ ചെയ്യാനൊക്കെ വളരെ നല്ലതാണ്. കുട്ടികൾക്ക് കൊടുത്താലും വളരെ നല്ലതാണ്. ഇതൊക്കെ ആഴ്ചയിൽ 1 ദിവസമോ 2 ദിവസമൊക്കെ ആകുമ്പോൾ നിങ്ങൾ 2 ദിവസം, ആഴ്ചയിൽ 2 ദിവസം അല്ലെങ്കിൽ 1 ദിവസം അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോഴൊക്കെ ഇത് ചെയ്താൽ മതി. എപ്പോഴും ചെയ്യണമെന്നില്ല. ഇത് കിട്ടുമ്പോൾ നിങ്ങൾ ഇനി പപ്പായ പൂ വെറുതെ കളയരുത്, അത്രയേ ഉള്ളൂ. പപ്പായയുടെ പൂവാണെങ്കിലും കായാണെങ്കിലും അതുപോലെ തൊലിയാണെങ്കിലും കറയാണെങ്കിലും ഇലയാണെങ്കിലും ഒന്നും നിങ്ങൾ ഇനി വെറുതെ കളയേണ്ട കാര്യമില്ല. അത്ര അടിപൊളി ടിപ്സുകളാണ് ഞാൻ എല്ലാം ഓരോന്നും കാണിച്ചു തന്നേക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഇടാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. തന്ന സപ്പോർട്ട് പോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഹെയർ ഓയിൽ ഒരു പ്രാവശ്യമെങ്കിലും മേടിച്ച് നോക്കണം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്. നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോയുമായി വരാം.